ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അഫ്രയുടെ ന്യൂ പാത്വേ അപ്ഡേറ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. NMBയുടെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് 2 പാത്വേ വഴിയാണ് ഓവർസീസ് നേഴ്സസിന് രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുക. അപ്പം അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് NMBA അപ്രൂവ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷനിൽ നിന്ന് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള നേഴ്സസ്, അതായത് യുണൈറ്റഡ് കിങ്ഡം, അയർലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ കനേഡിയൻ പ്രോവിൻസസ്, സിംഗപ്പൂർ, സ്പെയിൻ, ഈ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ നഴ്സിംഗ് പഠിച്ച് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് പാത്വേ 1 വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ 2017 ജാനുവരി 1 ശേഷം രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം. ആഫ്റ്റർ രജിസ്ട്രേഷൻ നമ്മൾ 1800 മണിക്കൂർ ഈ പറയുന്ന രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്തവരും ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ പാത്വേ 1ന് എലിജിബിൾ ആയിരിക്കുക. അങ്ങനെയുള്ള നേഴ്സസ് ആണ് എങ്കിൽ നമുക്ക് പാത്വേ 1 വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അങ്ങനെ അല്ലാത്ത കേസിലാണ് നമ്മൾ പാത്വേ 2 വഴി രജിസ്റ്റർ ചെയ്യുന്ന ഓപ്ഷൻ നോക്കുന്നത്. പാത്വേ 2-ൽ പറയുന്നതും നിങ്ങൾ 2017 ജാനുവരി 1 ശേഷം രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഈ NMBA അപ്രൂവ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, അതായത് UK, അയർലൻഡ് പോലുള്ള കൺട്രീസിൽ നിങ്ങൾ അവരുടെ ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്ത് അവരുടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളവർ, അതായത് ഇപ്പോൾ UK ആണെങ്കിൽ OSCE, CBT ഒക്കെ പാസ്സായി OET ഒക്കെ എഴുതി അവരുടെ രജിസ്ട്രേഷൻ എടുത്തിട്ട് 1800 മണിക്കൂറോളം ആ കൺട്രിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്വേ 2 വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് NMBയുടെ പുതിയ അപ്ഡേറ്റ്. അപ്പം പാത്വേസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയ പാത്വേ വഴി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു 1 to 6 മന്ത്സിനുള്ളിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, അതായത് രജിസ്ട്രേഷന് വേണ്ടി വരുന്ന കാലതാമസം ഒഴിവാക്കുക എന്നൊരു എയിമും കൂടി അവർ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തായി പലർക്കും ഒരു സംശയമുണ്ട്, നമ്മുടെ TTMR പാത്വേ ക്ലോസ് ആയിട്ടുണ്ടോ എന്ന്. TTMR പാത്വേ സ്റ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനൊരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ന്യൂസിലാൻഡിൽ പോയിട്ട് OSCE എഴുതണം എന്നൊരു അപ്ഡേഷൻ അതിനകത്ത് വന്നിട്ടുണ്ട്. ആ പാത്വേ സ്റ്റിൽ ഓപ്പൺ ആണ്. അപ്പം ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും ആ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇത് യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.